അപ്പോൾ ഗൈസ്, ഇപ്പോൾ ഒരു പ്രധാനപ്പെട്ട അപ്ഡേറ്റ് വന്നിരിക്കുന്നു. അതായത് ഇന്ത്യയിലെ ഒരു യൂട്യൂബർ ഇന്ത്യയുടെ കംപ്ലീറ്റ് ഓപ്പറേഷൻ സിന്ദൂറിനെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഇൻഫർമേഷനും പാകിസ്ഥാന് ഒറ്റിക്കൊടുത്തിരിക്കുന്നു. അതായത് സ്പൈ ചെയ്തു കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിലിപ്പോൾ 6 പേരോളം അറസ്റ്റ് ചെയ്തിരിക്കുന്നു. NIA പറഞ്ഞിരിക്കുന്ന കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകുമെന്നാണ്. ഇതിനെക്കുറിച്ചാണ് കംപ്ലീറ്റ് ആയിട്ട് നോക്കാൻ പോകുന്നത്. ഒരു സ്ത്രീക്ക് എങ്ങനെയാണ് ഇത്രയും സെൻസിറ്റീവായ ഇൻഫർമേഷൻ എല്ലാം കിട്ടിയ ഉള്ള കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. അതിനു മുമ്പ് ഒരേ ഒരു കാര്യം മാത്രം, ഈ വീഡിയോ ഒരുപക്ഷെ നിങ്ങൾ കാണുന്നത് 2 or 3 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അതായത് യൂട്യൂബ് അപ്പോൾ മാത്രമേ നിങ്ങൾക്ക് കാണിക്കുള്ളൂ. കംപ്ലീറ്റ് സ്ട്രൈക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ നമ്മുടെ ചാനൽ ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ കാര്യങ്ങളെല്ലാം പെട്ടെന്ന് അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ന്യൂസുകൾ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വാട്സപ്പിൽ പുതിയതായി ഒരു ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിൻ്റെ ലിങ്ക് താഴെ കൊടുക്കുക. പ്രധാനപ്പെട്ട അപ്ഡേറ്റുകൾ എല്ലാം തന്നെ നിങ്ങൾക്ക് അതിൽ കിട്ടുന്നതാണ്. താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. ഇപ്പോൾ വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ ഇന്ത്യയിൽ ഹരിയാന ബേസ്ഡ് ആയ ഒരു യൂട്യൂബറാണ് ജ്യോതി മൽഹോത്ര എന്ന് പറയുന്നത്. 33 വയസ്സാണ് ഇവർക്കുള്ളത്. ഇവർ ഇന്ത്യ മൊത്തം നടന്ന്, അതായത് ഫുൾ വ്ളോഗാണ് എടുക്കുന്നത്. അതായത് അവിടെ കഴിക്കാൻ എന്താ നല്ലതുള്ള ഈ ഫോറിനർ സ്റ്റൈലോ അതിൻ്റെ ഒരു അതായത് 144p എന്ന് പറയുന്ന ആ ഒരു വെർഷൻ. അതായത് ഇവിടെ എന്താ കഴിക്കാൻ നല്ലത്, അതുപോലെ തന്നെ ഇവിടെ എന്തെല്ലാം കാര്യങ്ങളാണ് ഉള്ളത്, ഇവിടുത്തെ ഫെസിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് കംപ്ലീറ്റ് ആയിട്ടും വ്ളോഗ് എടുക്കലാണ് ഉള്ളത്. അത്യാവശ്യം നല്ല ഫോളോവേഴ്സിൻ്റെ യൂട്യൂബിൽ തന്നെ 3 ലക്ഷത്തിലും അധികം സബ്സ്ക്രൈബേഴ്സും, അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിൽ നോക്കുകയാണെങ്കിൽ 1 ലക്ഷത്തിലും അധികം ഫോളോവേഴ്സ് എല്ലാം ഉണ്ടായിരുന്നു. ഇത് ഞാൻ വീഡിയോ എടുക്കുന്ന കണക്കാണ്. ചിലപ്പോൾ ഒരു പക്ഷേ അത് കൂടാനും കുറയാനും ഒക്കെ സാധ്യതയുണ്ട്. അതായത് പാകിസ്ഥാനികൾ കൂടുതൽ ഫോളോ ചെയ്യുന്നുണ്ട്, ഇന്ത്യക്കാർ കുറെ അൺഫോളോ ചെയ്യുന്നുണ്ട്. ഈ 2 പ്രശ്നങ്ങൾ നടക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയൊരു നല്ല സെലിബ്രിറ്റി സ്റ്റൈൽ തന്നെ ജീവിച്ചിരുന്നുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇത് നോർമലായിട്ട് പോവുകയാണ്. അങ്ങനെ ഇരിക്കുമാണ് 2023 ഒരു സംഭവം സംഭവിക്കുന്നത്. അത് എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് പാകിസ്ഥാൻ ഹൈ കമ്മീഷനിൽ പോയി ഒരു വീഡിയോ പോസ്റ്റ് ചെയ്യാണ്. അതായത് വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യാണ് വ്ളോഗായിട്ട്. അപ്പോൾ ഈ വ്ളോഗ് എന്ന് വെച്ചാൽ പാകിസ്ഥാൻ ഹൈ കമ്മീഷൻ ഒരു ഇഫ്താർ പാർട്ടി അറേഞ്ച് ചെയ്യാണ്. ഇഫ്താർ പാർട്ടിയിൽ അതായത് അവിടെയുള്ള പ്രധാനപ്പെട്ട ഹൈ കമ്മീഷൻ ഉണ്ട്. അപ്പോൾ അതിലോട്ട് ഒരു വ്ളോഗറിനെ ഇൻവൈറ്റ് ചെയ്യുന്ന തന്നെ അതായത് ഒരു ഇച്ചിരി സംശയമുണ്ട്. പക്ഷെ ആരും തന്നെ അത് ഡൗട്ട് അടിച്ചില്ല. ഒരു വ്ളോഗർ ആണല്ലോ എന്ന് ഓർത്തുകൊണ്ട് അതിനെ കടന്നുപോയി. അപ്പോഴാണ് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് എല്ലാവർക്കും സംശയം നേടാൻ തുടങ്ങിയത്. അതായത് ആ ഒരു വീഡിയോയിൽ കാണിച്ച ഡാനിഷ് എന്ന് പറയുന്ന വ്യക്തി, അതെ ഡാനിഷ് എന്ന് പറയുന്ന ഇവന്റെ വെറും ഒരു ഡമ്മി പേരാണ്. കാണുമ്പോൾ എന്താണ് ഒരു ക്രിസ്ത്യൻ നല്ല പേര് എന്തല്ലേ, പക്ഷെ ഇവന്റെ ഒറിജിനൽ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷാൻ ഉർ റഹ്മാൻ എന്ന് പറയുന്ന ഇവന്റെ പേരാണ് യഥാർത്ഥ പേര്. ഇവൻ ഈ പാകിസ്ഥാൻ ISIക്ക് വേണ്ടി അതായത് ഈ സ്പൈ വർക്കിന് വേണ്ടി ഇന്ത്യയിൽ വന്നതാണ്. ഇന്ത്യൻ ഹൈ കമ്മീഷന് വേണ്ടി വർക്ക് ചെയ്താണ്. അങ്ങനെയുള്ള ഇവനെയാണ് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കുന്നത്. കാരണം ഇവിടെ സ്പൈ ജോലിയാണ് ചെയ്യുന്നത് എന്ന് പറഞ്ഞുകൊണ്ട്. അത് മാത്രമല്ല ആ വീഡിയോയിൽ തന്നെ പറയുന്നു, അതായത് ഈ സ്ത്രീ പറയുന്നു, അതായത് എനിക്കൊരു വീഡിയോ, അതായത് ആ വ്ളോഗ് എടുക്കാൻ വേണ്ടി പാകിസ്ഥാനിലോട്ട് ഒരു വിസ കിട്ടുകയാണെങ്കിൽ നല്ലതായിരുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആ വീഡിയോയിൽ തന്നെ വലിയ രീതിയിലൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നടക്കുമ്പോഴാണ് അതായത് അവരും തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ പെൺകുട്ടി, അതായത് ഈ ഒരു സ്ത്രീക്ക് വന്നിട്ട് വിസ അപ്രൂവ് ആവുന്നു, പാകിസ്ഥാനിലോട്ട് പോകുന്നു. പാകിസ്ഥാനിൽ പോയിട്ട് അതായത് ഇന്ത്യൻ ഗേൾ ഓൺ പാകിസ്ഥാനോ അങ്ങനെ എന്തൊക്കെ പറഞ്ഞ് കുറേ വീഡിയോ എല്ലാം എടുത്തു. വീഡിയോ എടുക്കുമ്പോൾ പാകിസ്ഥാന്റെ നല്ല വശം മാത്രം, അതായത് അവിടെയുള്ള നല്ല മനുഷ്യരെ കാണിക്കുന്നു, അതുപോലെ തന്നെ അവിടെയുള്ള അതായത് എങ്ങനെയാണ് അവിടെയുള്ള ഹിന്ദുക്കളും മുസ്ലിംസും കഴിയുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പാകിസ്ഥാനെ കുറിച്ച് പുകഴ്ത്തൽ മാത്രമാണ് വീഡിയോയിൽ ഉണ്ടായിരുന്നത്. അങ്ങനെ വീഡിയോയിൽ എല്ലാം എടുത്ത് അതായത് അവിടുത്തെ നല്ല വശങ്ങൾ മാത്രം, അതായത് ഇന്ത്യയിൽ അത്രയും നല്ല വശങ്ങൾ ഇല്ലാത്ത രീതിയിലാണ് അവിടെ നിന്ന് കാണിച്ചുകൊണ്ടിരുന്നത്. അതുമാത്രമല്ല 1ഉം 2ഉം തവണ, അതായത് 2 വട്ടത്തോളം പാകിസ്ഥാനിലോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയി വന്നതായിട്ടും പറയുന്നു. ഇത് മാത്രമല്ല ഇപ്പോൾ വരുന്ന റിപ്പോർട്ട് എന്താണെന്ന് വെച്ചാൽ പാകിസ്ഥാന്റെ സഹായത്തോടെ ഇന്ത്യ മാത്രമല്ല മറ്റു പല രാജ്യങ്ങളിലോട്ടും അതായത് ഈ ഒരു യൂട്യൂബർ എന്ന് പറയുന്ന ഈ ഒരു സ്ത്രീ മറ്റു പല രാജ്യങ്ങളിലോട്ടും സഞ്ചരിച്ച് വ്ളോഗ് എടുത്തതും ഇതേ പാകിസ്ഥാന്റെ സഹായത്തോടു കൂടിയാണ്. അപ്പോൾ ഇതിൽ എന്താണ് ഇത്ര പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതായത് ഇന്ത്യയിൽ ഹരിയാന ബോർഡറിലുള്ള സെക്യൂരിറ്റി ഫോഴ്സ് എല്ലാം തന്നെ എങ്ങനത്തെ സെക്യൂരിറ്റിയാണ് നടത്തുന്നത്. അതായത് അവിടെ എന്തെല്ലാം രീതിയിലുള്ള എയർ ഡിഫൻസ് സിസ്റ്റങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ബോർഡറിലൊക്കെ വെച്ചിട്ടുണ്ടാവും. അതായത് ഇപ്പോൾ നമുക്കൊന്നും അറിയാത്ത മെയിൻ പ്രശ്നം എന്താ, അതായത് നമ്മുടെ ഇവിടെ അത്രമാത്രം സെൻസിറ്റീവ് ബോർഡറില്ല. അതായത് ഇവിടെ എന്തെല്ലാം ഡിഫൻസ് എക്യുപ്മെന്റ് ഉണ്ട്, അതുപോലെ തന്നെ എവിടെയെല്ലാം ബങ്കറുകളുണ്ട്, അതുപോലെ തന്നെ അതായത് പ്രതിരോധിക്കാൻ എന്തൊക്കെയുണ്ട്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഒരു രീതി, അതായത് അവിടെയുള്ള സാധാരണ ആൾക്കാരെല്ലാം തന്നെ ഈ അതിർത്തിയിൽ താമസിക്കുന്ന ആൾക്കാർക്കെല്ലാം തന്നെ അത് ഏകദേശം അറിയുന്നതാണ്. അപ്പോൾ ഇത് വ്ളോഗ് എടുക്കുന്ന രീതിയിൽ അവിടെയെല്ലാം പോയി അവിടുത്തെ ഇൻഫർമേഷൻ എല്ലാം തന്നെ മെല്ലെ കളക്ട് ചെയ്തുകൊണ്ട് ഇതെല്ലാം തന്നെ പാകിസ്ഥാൻ ISI അതായത് സംഘടനയ്ക്ക് കൊടുക്കലായിരുന്നു പ്രധാനപ്പെട്ട പണി. അപ്പോൾ പാകിസ്ഥാന്റെ അതായത് ഇന്ത്യയിൽ എങ്ങനെ റോ ഉണ്ടോ അതേ ഉള്ള ഏജൻസിയാണ് ISI എന്ന് പറയുന്നത്. അപ്പോൾ അവർക്കും അതൊരു സന്തോഷമാണ്. അവർ ഇതിൽ കൊടുത്തുകൊണ്ടിരുന്നു, അതിന് ലക്ഷക്കണക്കിന് പൈസ തിരിച്ചു കൊടുത്തുകൊണ്ടിരുന്നു. ഇത് മാത്രമല്ല ഈ ഡാനിഷുമായിട്ട് ഒരു എന്താ പറയുക ഒരു ഡിങ്കോൾഫിയും കൂടെ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന ഒരു ന്യൂസ് ഉണ്ട്. അത് കൺഫേം അല്ല, അതുകൊണ്ടാണ് നമ്മളത് എടുത്തു പറയാത്ത കാര്യം. പിന്നെ ഇത്രയും വലിയൊരു കാര്യമൊന്നും ചെയ്യണ്ടല്ലോ എന്ന് പലർക്കും സംശയം തോന്നാം, അതെന്തായാലും മാറ്റിവെക്കാം. അപ്പോൾ ഇതേപോലെയുള്ള പല ഇൻഫർമേഷനുകൾ ഇന്ത്യയിൽ പല സ്ഥലത്തോട്ട് പോകുന്നു. അപ്പോൾ ഈ വ്ളോഗിൽ കാണിക്കുന്നത് ഇതൊന്നും കാണിക്കില്ല. കാരണം വ്ളോഗിൽ കാണിച്ചു കഴിഞ്ഞാൽ അത് പിടിക്കപ്പെടും എന്നറിഞ്ഞുകൊണ്ട്
വ്ളോഗിൽ അത് ഒരു വശം കാണിക്കുന്നു, അതിന്റെ മറുവശത്തുള്ള പല സീക്രട്ടുകളും ഇവിടെ നിന്ന് കളക്ട് ചെയ്തുകൊണ്ട് ഇവിടെ നിന്നുള്ള ഇൻഫർമേഷൻ എല്ലാം തന്നെ കൃത്യമായി പാകിസ്ഥാൻ ISIക്ക് എൻക്രിപ്റ്റഡ് മോഡിൽ അയച്ചുകൊണ്ടിരുന്നു. ഇത് മാത്രമല്ല, പാകിസ്ഥാനെ ഇവിടെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നു. പാകിസ്ഥാൻ അങ്ങനെയാണ് ഇങ്ങനെയാണ്, ഇവരെല്ലാമാണ് സഹായിച്ച എന്ത് നല്ല മനുഷ്യരാണെന്ന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടെ പാകിസ്ഥാനെ കൃത്യമായി പ്രൊമോട്ടും ചെയ്തു. ഇങ്ങനെ മുന്നോട്ട് പോവുകയാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഒരു സംശയം തോന്നുകയും അതുപോലെ തന്നെ പലരും സംശയം ഉന്നയിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നത്. അങ്ങനെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ വാട്സപ്പ് അതുപോലെ തന്നെ ടെലിഗ്രാം തുടങ്ങിയ ചാനലുകളെല്ലാം എടുത്തു നോക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ടും ഇന്ത്യൻ ലോക്കൽ നേറ്റീവ് എന്തൊക്കെ പേരുകളുണ്ടോ ആ പേരുകൾ ഉപയോഗിച്ചിട്ടാണ് സേവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതെല്ലാം തന്നെ പിന്നീട് അന്വേഷിക്കുമ്പോഴാണ് ഇതെല്ലാം പാകിസ്ഥാന്റെ ISI ബന്ധമുള്ള ആൾക്കാരോ അല്ലെങ്കിൽ പാകിസ്ഥാൻ ആർമിയിലുള്ള ഉന്നത ആൾക്കാരുമായിട്ടാണ് ഇത് ലിങ്ക്. പക്ഷെ ഇവിടെ വാട്സപ്പിലൊക്കെ സേവ് ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാൽ അത് ആരെങ്കിലും എടുക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഒന്നെങ്കിൽ ഡാനിഷ്, രാമൻ, അതുപോലെ തന്നെ ജയറാം, ഇങ്ങനെയുള്ള പല പേരുകളാണ് ഇവിടെ സേവ് ചെയ്തിരിക്കുന്നത്. എന്നാൽ ഇതിന് പിന്നിലല്ല തന്നെ, അതായത് ഇപ്പോൾ നമ്മൾ നേരത്തെ ഡാനിഷ് എന്ന് പറയുന്ന പേരിന്റെ പേരിൽ റഹ്മാൻ എന്ന് പറഞ്ഞല്ലോ, അതേപോലെയുള്ള പാകിസ്ഥാൻ പിന്തുണയ്ക്കുന്ന പല തീവ്രവാദികളുമാണ് ഉള്ളത്. അപ്പോൾ ഈ ഒരു ഇൻഫർമേഷൻ തുടർന്ന് ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നു. അതിനുള്ള ഇൻഫർമേഷൻ തുറന്നപ്പോൾ 6 പേരിൽ ആണ് ഇപ്പോൾ സംശയത്തിന്റെ പേര് കസ്റ്റഡിയിൽ എടുത്തിരിക്കുന്നത്. 5 ദിവസത്തെ റിമാൻഡും ഇപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു യുദ്ധ സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ട ഒരു പോസ്റ്ററാണ്, അതായത് ഒന്നെങ്കിൽ നിങ്ങൾ ജീവിക്കുന്ന കൺട്രീനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്ന രാജ്യത്ത് പോയി ജീവിക്കുക. അതാണ് ഇന്ത്യയിലെ എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്. കാരണം എന്താ വെച്ചാൽ അത് ഇവിടെ നിന്ന് ഒറ്റി കൊടുക്കുന്നതിനും ഭേദം അതായത് മറ്റ് സ്ഥലത്തെല്ലാം പോയി കൊടുക്കുന്നതാണ്. ഇവിടെ പോലെയുള്ള ആൾക്കാരെല്ലാം തന്നെ ഞാൻ പറയുമ്പോൾ UAP അറസ്റ്റ് ചെയ്ത് ജീവിതകാലം മൊത്തം പുറത്തോട്ട് വിടാത്ത പോലെ ആക്കണം. എന്നാലോ അടുത്ത ഒരാളെങ്കിലും ഇങ്ങനെ ഉണ്ട് എന്നുണ്ടെങ്കിൽ അവൻ പേടിച്ച് മിണ്ടാതിരിക്കുകയുള്ളൂ. അതായത് ഇനി ഒരിക്കലും ഇന്ത്യക്കെതിരെ പ്രവർത്തിക്കാതിരിക്കുകയുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്താണ് ഇതിനെക്കുറിച്ച് വിചാരിക്കുന്നത്?